Good morning, all. Good morning, Miss. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മള് ക്വാളിറ്റി അഷുറൻസ് ബ്രാഞ്ച് ലാബ് അല്ലെ. അപ്പൊ എന്താണ് ലാബ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലുകൾക്കായിട്ട് അംഗീകാരം നൽകുന്ന അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് നമ്മൾ ലാബിനെ പറഞ്ഞത് അല്ലെ. അപ്പൊ ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത് അതിന്റെ ഫെസിലിറ്റികളും അതിന്റെ കുറച്ച് അടിസ്ഥാന മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്നത്. Then നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ലാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽസ് ഇൻടു ടു മെയിൻ ഡിവിഷൻസ് അല്ലെ. ലാബ് ഹോസ്പിറ്റലിന് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കാട്ടോ വായിക്കുന്നത്. ഫസ്റ്റ് വൺ SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ദെൻ സെക്കൻഡ് വൺ HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പോ ഫസ്റ്റ് വൺ നോക്കാം. SHCO സ്മോൾ ഹെൽത്ത് കെയർ ആണ്. അതായത് വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ കുറവുള്ള തരത്തിലുള്ള ആ ഹോസ്പിറ്റലുകളാണ് സ്മോൾ ഹെൽത്ത് കെയർ തിരിച്ചിരിക്കുന്നത്. ദെൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ, ഇതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇനി നോക്കാം. NAB standards for hospitals is arranged by technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration areas. അല്ലെ, അതായത് ഒരു സാങ്കേതിക സമിതിയാണത് അല്ലെ. ഇതൊരു കമ്മിറ്റിയാണ്, ഒരു സമിതിയാണ്, ടെക്നിക്കൽ ഒരു സാങ്കേതിക സമിതിയാണ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകൾക്കായിട്ടുള്ള ഒരു സാങ്കേതിക സമിതിയാണ്. ദെൻ അത് ക്ലിനിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ മേഖലകളിൽ നിന്നുള്ള കുറച്ച് പേഴ്സൺസ്, ഈ വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് ഒരു സാങ്കേതിക സമിതിയാണ് ലാബ് എന്ന് പറയുന്നത്. Then the accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. അല്ലെ, അതായത് അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം നൽകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് കുറെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, കാലാകാലങ്ങളിൽ അത് വിവിധ നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കുന്നു അല്ലെ. ഗവൺമെന്റ് അതിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ആ പുതിയ പുതിയ മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് ഓരോ കാലാകാലങ്ങളിലായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ജസ്റ്റ് എന്താണെന്നൊന്ന് പറയാൻ കേട്ടോ അതില്ല. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെയിൻ ലാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ് അല്ലെ. അപ്പൊ ഈ ലാബിന്റെ ഒരു ഗൈഡ് ലൈൻ ബുക്ക്, അതായത് നമ്മൾ എന്താ ഗൈഡ് ലൈൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഗൈഡ് ഒക്കെ വാങ്ങിക്കില്ലേ നമ്മള്. ഇപ്പൊ PSC ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് PSC ബുള്ളറ്റിൻ, അതുപോലെ ഒരു എന്താണ് ഒരു ടാലന്റ് മീൻസ് ഗൈഡ് ഒക്കെ നമ്മൾ വാങ്ങിക്കില്ലേ. അത്യാവശ്യം വലിയൊരു ബുക്ക്, ഡിക്ഷണറി അല്ല, ഒരു ഗൈഡ് മീൻസ് ആ ഗൈഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചിലപ്പോൾ ഒരുപാട് ലോസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അല്ലെ. ആക്ടുകളെ കുറിച്ചുള്ള ഗൈഡുകൾ ഉണ്ടാകും. അങ്ങനെ ഒരു ലാബിന്റെ ഒരു ഗൈഡ് ബുക്കിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഞാനത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഗൈഡ് ബുക്കിൽ ലാബിന്റെ മീൻസ് മാനദണ്ഡങ്ങൾ അടങ്ങുന്ന ഒരു ഗൈഡ് ബുക്കാണ്. അത്യാവശ്യം ഒരു വലിയൊരു ഗൈഡ് ബുക്കാണ്. അതിൽ ഇത്ര ചാപ്റ്ററുകൾ ഉണ്ട്, അതിൽ ഇത്ര ലോസുകളും കാര്യങ്ങളും പറയുന്നുണ്ടെന്നാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അതങ്ങനെ മീൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ നമുക്ക് ലാബ് ഗൈഡ് ബുക്കിൽ ടോട്ടൽ പറയുന്നത് 10 ചാപ്റ്റർ ആണ്. 10 ചാപ്റ്ററുകളായിട്ടാണ് ഈ ലാബിന്റെ ഗൈഡ് ബുക്കിൽ പറയുന്നത്. ദെൻ 10 ചാപ്റ്ററില് 651, അതായത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് അതിനുള്ളത്. ടോട്ടലി ഒരു 651 എലമെന്റ്സുകൾ ഒബ്ജക്റ്റീവ് മീൻസ് മാനദണ്ഡങ്ങളൊക്കെയാണ് അതിൽ ടോട്ടലി ഉൾപ്പെടുന്നത്. ദെൻ പിന്നെ വീണ്ടും പറയുന്നത് അതിൽ 102 102 കോർ കാറ്റഗറി വരുന്നുണ്ട്, ഉൾപ്പെടുന്നു. 102 കോർ കാറ്റഗറി. കോർ കാറ്റഗറിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മൂല്യനിർണ്ണയ സമയത്തും നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് കോർ കാറ്റഗറി. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കുകയെ, അപ്പോൾ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുകയാണ്. ഇങ്ങനെ 102 എലമെന്റ്സ് നമ്മൾ നോക്കും, ഇതെല്ലാം ഹോസ്പിറ്റലിലുണ്ടോ, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു. അതാണ് കോർ കാറ്റഗറി. 102 കോർ കാറ്റഗറി ആണുള്ളത്. ദെൻ
വീണ്ടും 459 ആർ കമ്മിറ്റ്മെന്റ് കാറ്റഗറി അല്ലെ. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി ആണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറേ സെക്ഷൻ 2-3 ഗ്രൂപ്പായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും ലാസ്റ്റ് അന്തിമ നിമിഷത്തിലാണ്, അതായത് ലാസ്റ്റ് നമ്മൾ വിലയിരുത്തുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഓക്കെ, അതായത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുന്നത്. ദെൻ 60 ആർ അച്ചീവ്മെന്റ് കാറ്റഗറി അല്ലെ. 60 അച്ചീവ്മെന്റ് കാറ്റഗറി ഉണ്ട്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരീക്ഷിക്കുന്നതാണ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷണ സമയത്ത് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഓരോ മൂവ്മെന്റ്സിലും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതാണ് 60 അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then last one 30 are excellence category അല്ലെ. 30 എക്സലൻസ് കാറ്റഗറി, അതായത് പുനർ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തേണ്ടത്. അതായത് വീണ്ടും നമ്മൾ എല്ലാം ഓൾറെഡി നോക്കി ചെക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ റീവാലുവേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ റിവാലുവേഷൻ ചെയ്യുന്നതാണ് 30 കാറ്റഗറി വരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് എന്താണ് ഒരു നാബിന്റെ ഗൈഡ് ലൈനിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. സിമ്പിൾ ആണ്, ഞാനത് ഷോർട്ട് ആക്കി പറഞ്ഞതാണ്. നോക്കാം. മെയിൻ നാബ് ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ് ഹാസ് 10 chapter with 100 standards and 51 objects elements. Standard refers to a set of objects of the performance. Elements come under each standard and are used to observe the performance out 651 objective elements. Objective elements are then 1 or 2 are in core category. Core category are necessary judged during each assessment. 459 are commitment category. 459 commitment category which will be judged final assessment. Last final assessment cheyanana 459 category. Then 60 are achievement category. Achievement will be estimated during surveillance assessment and 30 are excellence category. Excellence ആയിട്ടുള്ള, അതായത് means revaluation പോലെ നമ്മൾ ചെയ്യുന്നത്. Which will be assessed during re-accreditation. വീണ്ടും നമ്മൾ പുനർനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ട് 30 മാനദണ്ഡങ്ങൾ നോക്കുന്നു. ഓക്കെ, ജസ്റ്റ് ആ ഒരു എണ്ണത്തിന്റെ കാര്യങ്ങളോട് പറയുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നാബിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോ നാബിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ്, അല്ലാതെ ചുമ്മാ വെറുതെ എഴുതി തയ്യാറാക്കിയതൊന്നല്ല. അതിന് കറക്റ്റ് ആയിട്ട് 10 ചാപ്റ്ററുകളുണ്ട്. ഓരോ എലമെന്റ്സും എത്ര എണ്ണമാണ്, ആ ഓരോ എലമെന്റ്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഇതാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇത് നമ്പർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അത്യാവശ്യം നമ്മൾ നാബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഈ നാബിന്റെ ഗൈഡ് ലൈനിൽ നിന്ന് നമ്മൾ അറിയണ്ടേ? അതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണോ? മീൻസ് ഓരോ ലെറ്ററും മീൻസ് ഓരോ എണ്ണം എത്ര എണ്ണമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ല. എല്ലാവരും ക്ലാസ്സിൽ തന്നെയാണോ? റെസ്പോൺസ് ഒന്നും ചെയ്യണില്ലല്ലോ. എന്ത് പറ്റി? അത് ഇച്ചിരി മീൻസ് രാവിലെ തന്നെ ഒരു ബോറ് ടോപ്പിക് ആയിട്ടാണല്ലോ വന്നേക്കുന്നതാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത് ആണോ? മീൻസ് കുറച്ച് നമ്മൾ മനസ്സിലാക്കി വായിക്കേണ്ട ഭാഗമാണ്. ഇച്ചിരി കേട്ടിരിക്കാൻ അത്ര സുഖമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കുഴപ്പമില്ല, പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് തരാം. അപ്പൊ അതനുസരിച്ച് പഠിക്കാം. ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, അത്രയും ഭാഗം ഒന്ന് വായിക്കുക. ഈ എണ്ണ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൂ. ഇത്ര ചാപ്റ്ററുകളൊക്കെ ഉണ്ട്, നാബിന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗൈഡ് നമ്മൾ പഠിക്കണേ, അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. HCO ഫുൾ ഫോം അറിയാലോ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ചിലപ്പോ എക്സാമിന് ചോദിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്പറുകളും അത് ഓരോ കാറ്റഗറി എത്രയാണെന്ന് മാത്രം പറയുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമ്പേഴ്സ് മാത്രം ഡിനോട്ട് ചെയ്ത് സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് ഭാഗം എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, നമ്പേഴ്സ് മാത്രം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? വായിച്ചോ? നെക്സ്റ്റ് നോക്കാം, ലാബ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ലാബിന്റെ സ്റ്റാൻഡേർഡുകളാണ് പറയാൻ പോകുന്നത്. അത് ഓരോന്നിനും, അതായത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് 5 സ്റ്റാൻഡേർഡുകൾ പഠിക്കാനുള്ളൂ. ഇതിൽ കൂടുതലുണ്ട്, നമുക്ക് 5 മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പേഷ്യന്റ് സെന്റേർഡ്, ദെൻ ഓർഗനൈസേഷൻ സെന്റേർഡ്, അതും ഒരു 5. രണ്ടും ടോട്ടൽ 10 സ്റ്റാൻഡേർഡുകളാണ് പഠിക്കാനുള്ളത്. ഇത് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. മീൻസ് ഒരു മിസ്സിന്റെ ക്ലാസ്സിൽ ഇതിൽ ഒരു 32 സ്റ്റാൻഡേർഡുകളൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു 32 സ്റ്റാൻഡേർഡുകള് പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32, ലാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണല്ലോ. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, ഓൾറെഡി നല്ല രീതിയിൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയതാണ് അല്ലെ? നോക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലാസ് കിട്ടിയതല്ലേ? ആണോ? ഓക്കെ, എന്തായാലും മിസ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ നോക്കാം കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ 5 സ്റ്റാൻഡേർഡ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് മീൻസ് ഫുൾ ഫോം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് എക്സ്പാൻഡഡ് ഫോം ആണ്, കണ്ടോ? എല്ലാം എക്സ്പാൻഡഡ് ഫോം ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. വേറെ ഒന്നും അതിൽ കൂടുതൽ പഠിക്കാനില്ല. ജസ്റ്റ് ആ ഒരു സെന്റൻസ് എന്താണോ ആ ഒരു ഫോം, ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോം, അത് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോകാൻ നമുക്കില്ല. ജസ്റ്റ് എന്താണോ അത് എക്സ്പാൻഡഡ് ഫോം രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നോക്കാം കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് നോക്കാം. ഫസ്റ്റ് വൺ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ അല്ലെ? പരിചരണത്തിന്റെ ഒരു അസസ് എന്ന് വെച്ചാൽ ഒരു പ്രവേശനം, അസസ്മെന്റ് വിലയിരുത്തൽ, കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു തുടർച്ച. ഓക്കെ, AAC, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എല്ലാം എക്സ്പാൻഡ് ഫോം ആണ് കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ 10 പഠിക്കാം. ഏതെങ്കിലും എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ COP, കെയർ ഓഫ് പേഷ്യന്റ്. ദെൻ MOM അല്ലെ? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE, പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, രോഗിയുടെ അവകാശങ്ങളും വിദ്യാഭ്യാസങ്ങളും. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, അപ്പോ 5 പേഷ്യന്റിന്റെ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഒന്നുകൂടി വായിക്കാം. AAC, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ. ദെൻ COP, കെയർ ഓഫ് പേഷ്യന്റ്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, patient right and education. Then PRE, hospital infection control, HIC. Okay, അപ്പൊ 5 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം, മാർക്ക് ചെയ്ത് വെക്കുക. Then next നോക്കാം, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഇനി ഓർഗനൈസേഷൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. PSQ, ആദ്യത്തേത് പേഷ്യന്റ് സേഫ്റ്റി ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, patient safety and quality improvement. Then ROM അല്ലെ? responsibility of management. FMS, facility management and safety. HRM അറിയാലോ? എന്താ HRM? HRM നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്നതല്ലേ? HRM എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Then IMS, information management system. ഓക്കെ, അപ്പോ 10 സ്റ്റാൻഡേർഡുകളാണ്. അതിൽ 5 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് 5 പറയുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് 5. അതിന്റെ വേറെ നമുക്ക് ജസ്റ്റ് ആ ഒരു എക്സ്പാൻഡഡ് ഫോം അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഡീറ്റെയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, 10 ഒന്ന് വായിച്ചു നോക്കിയേ. മാക്സിമം പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ വായിക്കുന്ന ടൈമിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതെന്ന് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ, ഫുൾ ഫോമുകൾ.
ഓക്കെ ആണ് എല്ലാവരും? ഇന്ന് തന്നെ പഠിക്കില്ലേ ഫുൾ ഫോം? ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തായാലും. ഓക്കെ, പറ്റുന്ന പോലെ ഇന്ന് തന്നെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഈ ഫുൾ ഫോം മാത്രം ഒന്ന് പഠിക്കും സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, 10 വായിക്കാം. ഇപ്പൊ വായിക്കുമ്പോ തന്നെ ഒരു 5 മാക്സിമം പഠിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, ഒരു 2 പ്രാവശ്യം വായിക്കുക നിങ്ങള്. ആ വായിക്കുന്നതിനോടൊപ്പം തന്നെ 10 5 പഠിക്കുക കേട്ടോ. ഓക്കെ, ഇന്ന് തന്നെ പഠിക്കണം. അത് മീൻസ് ഇന്ന് തന്നെ പഠിക്കണം എന്ന് പറയണത് നമ്മൾ ആ എടുക്കുമ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും ക്യാച്ച് ചെയ്യാനായിട്ട്, അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലോട്ട് കിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ചോദിക്കും. വായിച്ചു എല്ലാവരും? ഓക്കെ, 5 പഠിച്ചോ? 5 പഠിച്ചോ മിനിമം? ഓക്കെ, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലേ? കുഴപ്പമില്ല, പഠിക്കാത്തവര് പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ അത് പഠിക്കാൻ ശ്രമിക്കാം നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 പഠിച്ചു. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് കേട്ടോ. നാബിന്റെ ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് ഇനി പറയുന്നത്. 10 കുറച്ച് പേര് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. then നോക്കാം മാനുവൽ ക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. 3 മാനുവൽ ആണ്. യൂസർ മാനുവൽ ഇല്ലേ? അതുപോലെ ക്വാളിറ്റി സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be based and revised every year. അല്ലെ? ഓരോ വർഷവും ഈ 3 മാനുവൽ, ക്വാളിറ്റിയുടെയും സേഫ്റ്റിയുടെയും ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3ന്റെയും മാനുവല് എവറി ഇയർ ഓരോ വർഷവും വിലയിരുത്തുകയും വേണം. അതുപോലെ തന്നെ എന്ത് വേണം? അതിനെ പരിഷ്കരിക്കണം. അതായത് പുതിയ പുതിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുകയും ചെയ്യണം. Then second one, കമ്മിറ്റീസ്. ഇനി ലാബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസുകൾ എന്തൊക്കെയാണെന്ന്. ഹോസ്പിറ്റലിനുള്ളിലെ കമ്മിറ്റീസുകൾ, ഏതൊക്കെ കമ്മിറ്റീസുകളാണ് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ പ്രവർത്തിക്കുന്നത്? ഒത്തിരി സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്റ്റിക് കമ്മിറ്റി, then കോഡ് ബ്ലൂ കമ്മിറ്റി. എന്താണ് കോഡ് ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? കോഡ് ബ്ലൂ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞതല്ലേ? ഓർക്കുന്നുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തതല്ലേ? കഴിഞ്ഞതാണോ ക്ലാസ്? ആരും ഇല്ലല്ലോ, എടുത്തതാണ്. ഓക്കെ, കോഡ് ബ്ലൂ അതിൽ എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ? കോഡ് ബ്ലൂ ആർക്കും ഓർമ്മയില്ല. കോഡ് പിങ്ക് എന്താണെന്ന് അറിയാമോ? ചുമ്മാ പഠിക്കണല്ല കേട്ടോ, അത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കോഡ് പിങ്ക് ഒന്നും ഓർമ്മയില്ല, അപ്പൊ പഠിച്ചിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. മീൻസ് എടുത്തോണ്ടിരിക്കുകയാണോ ഇപ്പൊ ചാപ്റ്റർ? ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അറിയില്ലാത്തല്ലേ. ഓക്കെ, ടേബിൾ ഒന്നും എത്തിയിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ കോഡ് ബ്ലൂ മെയിൻ ആയിട്ട് കാർഡിയാക് ഏരിയ, അതായത് കാർഡിയാക് മീൻസ് ഹൃദയ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോഡ് ബ്ലൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറെ കോഡുകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ, ആ ചാപ്റ്ററിൽ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, then ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, ബ്ലഡും മറ്റു ഡൊണേഷൻ അങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. then എന്താണ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിനസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഡിസിപ്ലിനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു അച്ചടക്ക ഗ്രീവിനസ് ഹാൻഡ്ലിംഗ്, ഈ കംപ്ലൈൻസ് പരാതികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്മിറ്റി.
ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അല്ലെ, ആന്തരിക പരാതി കമ്മിറ്റി, അതായത് ഉള്ളിലുള്ള ഹോസ്പിറ്റലിനുള്ളിലുള്ള പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ, അതായത് ഇപ്പൊ സ്റ്റാഫുകളും മറ്റും തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു കമ്മിറ്റി. അങ്ങനെ ടോട്ടൽ എത്ര കമ്മിറ്റിയാണ്? 8 കമ്മിറ്റികളാണ് ഒരു ഹോസ്പിറ്റലിലുള്ളത്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, then pharmacy and therapeutic committee, code blue committee, blood transfusion committee, medical record review committee, then disciplinary and grievance handling committee, internal complaints committee. Okay, just കമ്മിറ്റികൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് key performance indicators അല്ലെ, 32 mandated by NAB. അതായത് നാബിന്റെ 32 കീ പെർഫോമൻസ് കമ്മിറ്റികൾ, മീൻസ് നാബിന്റെ ഒരു കീ പെർഫോമൻസ് ആണ് ഇൻഡിക്കേറ്റേഴ്സ്. 32 എണ്ണമാണ് ടോട്ടല്. ഇത് പ്രീമിയം മിസ് എടുത്തിട്ടുണ്ടല്ലോ, എടുത്തിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ക്ലാസ്സിൽ ഇരുന്നവര് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലല്ലോ. ക്ലാസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇതിൽ ഫോർമുലാസ് ഒന്നും പറയില്ല, നമുക്ക് 32 ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഓൾറെഡി എടുത്തു കഴിഞ്ഞ ഒരു സെക്ഷൻ തന്നെയാണിത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുക, ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പറയണില്ല, ജസ്റ്റ് ആ പോയിന്റുകൾ 32 കീ പെർഫോമൻസുകൾ ഒന്ന് നമുക്കൊന്ന് വായിക്കാം ഓരോ പോയിന്റ്. ഫസ്റ്റ് വൺ, ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ, അതായത് ഇൻഡോർ പേഷ്യൻസിന് വേണ്ടി എടുക്കുന്ന ടൈമുകളും കാര്യങ്ങളും. Then second one, time taken for discharge അല്ലെ, ഡിസ്ചാർജ് എടുക്കാൻ എടുക്കുന്ന സമയം. ഇൻസിഡൻസ് ഓഫ്, മൂന്നാമതായിട്ട് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അതായത് എന്താണ് പറയുന്നത്? ഇൻസിഡൻസ് എന്താണ് പറയുന്നത്? അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അഡ്മിഷൻ, അതായത് മീൻസ് ബെഡിൽ കിടന്നുള്ള രോഗികളുടെ ഒക്കെ, കിടപ്പായ രോഗികളുടെ ഒക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, അതായത് ഈ കിടപ്പായ രോഗികളെ ബെഡിൽ ഒത്തിരി നാളെ കിടന്ന് ഇങ്ങനെ പുറമൊക്കെ പൊട്ടുക, അങ്ങനത്തെ ഒരു അവസ്ഥയെ അതാണ് അൾസേഴ്സ് ഉദ്ദേശിക്കുന്നത്. മീൻസ് കിടപ്പ് രോഗികൾ അറിയാലോ, അവരുടെ സ്കിന്നൊക്കെ വളരെ ഇതായിരിക്കും, അപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ പൊട്ടാനും മീൻസ് അധികം നാള് കിടക്കുന്ന രോഗികൾ, അതുകൊണ്ടാണ് ഈ വാട്ടർ ബെഡൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒത്തിരി കിടപ്പായിട്ടുള്ള രോഗികളൊക്കെ വാട്ടർ ബെഡൊക്കെ കൊടുക്കും, അതായത് അവരുടെ സ്കിന്നിന് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടാനും ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ആ ഒരു പ്രശ്നങ്ങളാണ് പറയുന്നത്. ദെൻ അടുത്തത് നാലാമതായിട്ട് പറയുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ട് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു 1000 അന്വേഷണത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന എററുകൾ, മീൻസ് പിശകുകൾ എന്തൊക്കെയാണെന്ന്. ഫിഫ്ത് വൺ, നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്, മോക്ക് ഡ്രിൽസുകളിൽ കാണപ്പെടുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്. Then percentage of adherence to safety precautions by staff working in diagnostics. മീൻസ് എന്താണ് അവിടെ പറയുന്നത്? എന്താണ് ഡയഗ്നോസ്റ്റിക്? മീൻസ് നമ്മൾ ടെസ്റ്റുകളും മറ്റും ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകുമല്ലോ, ആ ജീവനക്കാര് അവര് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതിന്റെ ഒരു പെർസെന്റേജ്, എത്രത്തോളം അവര് PPE ഒക്കെ ധരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാക്കി സേഫ് പ്രിക്കോഷൻസ് സ്റ്റാഫുകൾ എടുക്കുന്നുണ്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ജി നോക്കാം, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ് അല്ലെ, അതായത് നമ്മള് മെഡിക്കേഷന്റെ ചാർട്ട്, മെഡിസിൻസിന്റെ ചാർട്ട് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പോ നമ്മള് ചുരുക്കെഴുത്ത് മീൻസ് അബ്രിവിയേഷൻസ് ഒക്കെ എഴുതൂലേ നമ്മൾ ചാർട്ട് എഴുതുമ്പോൾ? അബ്രിവിയേഷൻസ് ടെർമിനോളജി നിങ്ങൾക്ക് എടുത്തതാണോ? കഴിഞ്ഞാണോ ടെർമിനോളജി ചാപ്റ്റർ? ടെർമിനോളജി ഒക്കെ എടുത്തതല്ലേ? അപ്പൊ നമ്മൾ അതിൽ ഒത്തിരി അബ്രിവിയേഷൻസ് കാര്യങ്ങളും പഠിച്ചില്ല ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. സോ ആ അബ്രിവിയേഷൻ എഴുതുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് മീൻസ് പ്രതികൂലമായിട്ടുള്ള, അതായത് എന്തെങ്കിലും മെഡിസിൻസ് മാറിപ്പോവുകയോ അങ്ങനെയുള്ള ഇഷ്യൂസുകൾ വരുന്നത്. മീൻസ് ഫാർമസിയിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മീൻസ് മെഡിസിൻസ് ഒക്കെ മാറിപ്പോവാനൊക്കെ ചാൻസ് ഇല്ലേ, അങ്ങനെയുള്ള കേസസുകള്. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. എന്താ അൺപ്ലാനഡ്? അതായത് OT-യിലേക്കുള്ള അൺപ്ലാനഡ് ആയിട്ടുള്ള റിട്ടേൺ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മീൻസ് പെട്ടെന്ന് അൺപ്ലാനഡ് ആയിട്ട്, അതായത് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങൾക്കും നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. ദെൻ അടുത്തത്
പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താ നിയർ മിസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയർ മിസ്സസ് എന്തായിരുന്നു മിസ് പറഞ്ഞത്? നിയർ മിസ്സസ്, നിയർ മിസ്സസിന്റെ മലയാളം എന്താണെന്ന് അറിയാമോ? നിയർ മിസ്സസ് നമ്മൾ മലയാളത്തിൽ ഒരു ടേം പറയും അതിന്, നിയർ മിസ്സസിന്. ആർക്കെങ്കിലും അറിയോ? നിയർ മിസ്സസിന നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട്. ചെറിയൊരു സെന്റൻസ് ആണ് മലയാളത്തില്. എന്താ പറയാ? അറിയോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. തെറ്റണമെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നിയർ മിസ്സസ് എന്താ പറയാ? അറിയില്ല ആർക്കും? നിയർ മിസ്റ്റേഴ്സ് ആർക്കും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ടീച്ചർ ക്ലാസ്സിലത്തെ ഉണ്ടായിരുന്നില്ല ആരും. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാലേ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമ്മൾ പറയാറുണ്ട്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയും ഇല്ലേ? പറയാറുണ്ടോ അങ്ങനെ? ജസ്റ്റ് മിസ് ആണെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജസ്റ്റ് മിസ് ആണെന്നൊക്കെ പറയൂലേ അല്ലേ? അതിനെയാണ് ഈ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ജസ്റ്റ് മിസ്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന്. ഇവിടെ നിയർ മിസ്സസ് ഉദ്ദേശിക്കുന്നതേ ഹോസ്പിറ്റലില്. അപ്പൊ അതായത് ഇപ്പൊ ഇതുപോലെ ഒരു നമ്മള് ഫാർമസി ചെന്നു, അപ്പോ മെഡിസിൻ പേഷ്യന്റിന് കൊടുത്തു. ചിലപ്പോ കൊടുത്തത് ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, മരുന്ന് മാറിപ്പോയിട്ടുണ്ടാവും, ഒരു പിശക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴാണ് അവർ കാണുന്നത് അയ്യോ മാറിപ്പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ വീണ്ടും മീൻസ് ശരിയാക്കി എടുത്തു കൊടുക്കും. അതൊരു ജസ്റ്റ് മിസ് ആണ്. ചിലപ്പോ ഒരു രണ്ടാമത് ഒന്ന് ക്രോസ് ചെക്കിങ്ങിന് നോക്കിയില്ല എങ്കിൽ എന്ത് പറ്റും? പേഷ്യന്റിന് ആ മാറിക്കൊടുത്ത മരുന്നായിട്ട് പേഷ്യന്റ് പോകും, മരുന്ന് കഴിക്കും. ചിലപ്പോ എന്തെങ്കിലും മീൻസ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ജസ്റ്റ് മിസ് ആണ് അത്. അപ്പൊ അങ്ങനെയുള്ള കേസസ് ആണ് നിയർ മിസ്സസ്. അതുപോലെ തന്നെ ഇപ്പൊ സർജറിയിലൊക്കെ സംഭവിക്കുന്ന ചിലപ്പോ അല്ലെ, സർജറിയിലൊക്കെ ഡോക്ടേഴ്സിനും മറ്റും പിഴവുകൾ സംഭവിക്കുന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോ ഡോക്ടറിന് എന്തെങ്കിലും ചെറിയൊരു പിഴവ്, മീൻസ് എന്തെങ്കിലും ഒരു മെഡിസിൻ ഇതിലോ അങ്ങനെ എന്തെങ്കിലും പിഴവ് സംഭവിക്കുമ്പോൾ ചിലപ്പോ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അത് ചിലപ്പോ അയ്യോ അങ്ങനെയല്ല മാറിപ്പോയല്ലോ എന്ന് തിരുത്തി കൊടുക്കും ഇല്ലേ? അതൊരു ജസ്റ്റ് നിയർ മിസ്സസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഇതൊരു തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതാണ് അല്ലെ? അതാണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ക്ലിയർ ആയോ നിയർ മിസ്സസ് എന്താണെന്ന്? നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പ്രയോഗിക്കാം. നമ്മൾ ജസ്റ്റ് മിസ് ആയെന്നൊക്കെ പറയാറില്ലേ? ആ ഒരു ഇത് കേട്ടോ, നിയർ മിസ്സസ്. ഓക്കെ ആണോ? നിയർ മിസ്സസ് ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. Percentage of medical records having imperfect or improper consent. ഈ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഒരു ഇംപെർഫെക്റ്റ്, പെർഫെക്റ്റ് ഇല്ലാതിരിക്കുക, ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലാവുന്നത്. Then next one, percentage of transfusion reaction. എന്ന percentage of transfusion മീൻസ് ഒരു പ്രതികരണത്തിന്റെ ശതമാനം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ പ്രതികരണം മീൻസ് ഓരോ ഏരിയയിലുള്ള പ്രതികരണങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ പോകാത്ത കാര്യങ്ങളൊക്കെ. Then percentage of cases who received suitable polypharmatic antibiotics within the specified time frame. അതായത് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അനുയോജ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളാണ് പറയുന്നത്. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് മെഡിസിൻസുകളില്ലേ, നമ്മള് ഓരോ അസുഖത്തിനും ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അനുയോജ്യമായിട്ടുള്ള സ്വീകരിച്ച കേസുകളുടെ ശതമാനം, അതായത് കറക്റ്റ് ആയിട്ട് നമ്മള് ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കില്ല. ഇപ്പൊ ഒരു രോഗിയില് പെട്ടെന്ന് ഇപ്പൊ ഒരു നെഞ്ചുവേദന ആയിട്ട് വന്നോ, അപ്പൊ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സുകൾ ഇഞ്ചക്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്രത്തോളം ഉണ്ടെന്ന് അതിന്റെ ശതമാനം. Percentage of surgeries where the organization procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ് പറയുന്നത്? അതായത് തെറ്റായിട്ടുള്ള ഏരിയകള്, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു പേഷ്യന്റ്, പിന്നെ എന്താണ് സർജറിയിൽ വരുന്ന പിശകുകള്, മീൻസ് തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള സർജറികള് എന്നിവ പോലുള്ള സംഭവങ്ങള് ഓർഗനൈസേഷൻ നടപടികൾ പാലിച്ചിട്ടുണ്ടോ എന്ന്. അതായത് ഇപ്പൊ സർജറിയൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ സർജറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റല് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, മെഡിക്കേഷൻ എറർ റേറ്റ് അല്ലെ? അതായത് മെഡിസിൻസിനൊക്കെ എന്തെങ്കിലും എററുകൾ, മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പിശകുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ മീൻസ് സർജറി ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഏരിയയിലും രോഗിക്ക് ഇൻഫെക്ഷൻസുകളൊക്കെ വല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മറ്റോ ഇൻഫെക്ഷൻസുകൾ വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, നമ്മൾ പി വരെയാണ് നോക്കിയത്. അത്രയും ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിക്കാം നിങ്ങൾ, എന്നിട്ട് ബാക്കി നെക്സ്റ്റ് വായിക്കാം കേട്ടോ. ഒരുമിച്ച് ഒറ്റടിക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മീൻസ് ഒത്തിരി ബോറായിട്ട് തോന്നും അല്ലെ?
ഒന്ന് വായിച്ചു നോക്കാം. ഓൾറെഡി നിങ്ങൾ എടുത്തതായതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിലോട്ട് പോവാന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് 32 കീ പെർഫോമൻസ് എന്നാണ് വായിക്കുന്നത്. അപ്പോ നമ്മൾ എവിടെ വരെ വായിച്ചു? പി വരെയാണ് കേട്ടോ വായിച്ചിരിക്കുന്നത്. അത്രയും ഒന്ന് നോക്കാമോ നിങ്ങള്? എ തുടങ്ങി പി വരെ നോക്കാം കേട്ടോ. അത്രയും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങൾ എടുക്കാം. ഓക്കെ, വായിച്ചോ? എ തുടങ്ങി പി വരെയുള്ള പോയിന്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്. കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. പി നെക്സ്റ്റ് ക്യൂ നോക്കാം. സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU, അല്ലെ? ICUയിൽ സംഭവിക്കുന്ന മരണനിരക്കുകളുടെ റേറ്റ്. Return to emergency department within 72 hours with similar presenting complaints, അല്ലെ? അതായത് ഒരു 72 മണിക്കൂറിനുള്ളിൽ എമർജൻസിയിലോട്ട് പ്രവേശിപ്പിക്കുന്ന രോഗികളുടെ എണ്ണം. Then catheter related urinary tract infection rate. കത്തീറ്ററുമായിട്ട്, കത്തീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കത്തീറ്റർ മീൻസ് നമ്മൾ ട്യൂബ് ഒക്കെ ഇടില്ലേ, ആ ഒരു ചെറിയ ട്യൂബ്, പ്ലാസ്റ്റിക്കിൽ ഒരു നത്ത ട്യൂബ്, യൂറിൻ ട്യൂബ്. നമ്മള് മീൻസ് ചില സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് യൂറിനറി ട്യൂബ് ഇടും. സോ യൂറിനറി ട്യൂബിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസുകൾ എത്രയുണ്ടെന്ന് അതിന്റെ റേറ്റ്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററിലായിട്ടുള്ള പേഷ്യൻസിന്റെ ന്യൂമോണിയക്കുള്ള അവരുടെ റേറ്റ്. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സിറം ഇൻഫെക്ഷൻസ്, അല്ലെ? അതായത് രക്തപ്രവാഹത്തിലെ അണുബാധകൾ എത്രത്തോളം ഉണ്ടെന്നുള്ള റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലയിൻസ് റേറ്റ്, അതായത് ശുചിത്വം ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മുടെ എപ്പോഴും സ്റ്റാഫുകൾക്ക് മറ്റും ശുചിത്വങ്ങൾ ഉണ്ടായിരിക്കുക, അതിന്റെ ഒരു റേറ്റ്. Then percentage of rescheduling of surgeries, സർജറീസ് റീഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. Turn around time for issue of blood and components, അല്ലെ? അതായത് നമ്മള് രക്തത്തിന്റെയും രക്തവും മറ്റു ഘടകങ്ങളൊക്കെ, പ്ലാസ്മ അങ്ങനെയുള്ള ഘടകങ്ങളുടെ പരിശോധന. വെയിറ്റിംഗ് ടൈം, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്, ICUയിലും വാർഡിലുമുള്ള നേഴ്സിന്റെയും പേഷ്യൻസിന്റെയും റേഷ്യോ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അല്ലെ? ഔട്ട് പേഷ്യന്റിനുള്ള കൺസൾട്ടേഷന് വെയിറ്റിംഗ് ടൈം എത്രത്തോളം വരുന്നതെന്ന്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്, ചികിത്സയ്ക്കും മീൻസ് ടെസ്റ്റുകൾക്കുള്ള വെയിറ്റിംഗ് ടൈം. Then stock out rate of emergency medication, മീൻസ് എന്താണ്? അടിയന്തര എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ മീൻസ് മെഡിസിൻസുകളുടെ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട്. പേഷ്യന്റ് ഫോൾ റേറ്റ്, രോഗിയുടെ വീഴ്ച നിരക്ക്, അതായത് രോഗിയുടെ കുറവെന്നുള്ളൊരു മീനിങ് ആണ് വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, സൂചി അല്ലെങ്കിൽ സ്റ്റിക്ക് അങ്ങനെയുള്ള പരിക്കുകൾ എത്രത്തോളം വരുന്നുണ്ടെന്ന്. സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ചസ്, സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്, അതായത് ഡോക്ടേഴ്സിന്റെയും നേഴ്സസിന്റെയും എന്താണ് അനുയോജ്യമായിട്ടുള്ള ചേഞ്ചസ്, ഷിഫ്റ്റുകൾ, ഓരോ ടൈമുകളും കാര്യങ്ങളായിരിക്കും. നേഴ്സ് സ്റ്റാഫിനായിട്ടുണ്ടെങ്കിലും ഡോക്ടേഴ്സിനായിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളിംഗ് ഉണ്ടാകും. Then compliance rate to medication prescription in capitals,
മരുന്നുകളുടെ കുറിപ്പടി, അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ അത് കൃത്യമായിട്ടും ക്യാപിറ്റൽസും അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തൊക്കെ എഴുതുന്നത്. കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ്, മെഡിസിൻ നമ്മൾ ഡോക്ടർ എഴുതില്ലേ അതിന്റെ ആ കുറിപ്പടികൾ, അതിന്റെ കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ ലെറ്ററുകളോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ്. ഓക്കെ, അപ്പോ 32 കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പി വരെയല്ലേ വായിച്ചത്, അടുത്തത് ക്യൂ തുടങ്ങി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു. നിങ്ങള് 32 എലമെന്റ്സ് ആണ് വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് 32 കീ പെർഫോമൻസ് ആണ്, ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലാബിന്റെ. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ലാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ്. അതില് ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് മാനുവൽ. മാനുവൽ എന്ന് പറഞ്ഞാൽ 3 മാനുവൽ ആണ്, ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ദെൻ രണ്ടാമത് പറഞ്ഞത് കമ്മിറ്റീസുകൾ, എത്ര കമ്മിറ്റികൾ ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ വർദ്ധിച്ചിരിക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറഞ്ഞതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് നോക്കാം, നാലാമത് പറയുന്നത് സൈനേജ്. അപ്പോ ഇതെല്ലാം ഡോക്യുമെന്റേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സൈനേജ് ബൈലിംഗ്വൽ, ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. രോഗിയുടെ അടയാളങ്ങൾ, അതായത് ആ പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങളും അടയാളങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. ദെൻ ഫിഫ്ത് വൺ സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്സ്, സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡുകൾ. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, എന്താ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മ്യൂണൈസേഷൻ കേട്ടിട്ടില്ലേ? മീൻസ് കുത്തിവയ്പ്പുകളൊക്കെ ഇല്ലേ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെ? ഇപ്പൊ നമ്മള് കോവിഡ് ടൈമിൽ എല്ലാവരും കുത്തിവയ്പ്പൊക്കെ എടുത്തില്ലേ? കോവാക്സിൻ എടുത്തോ? 2 വട്ടം 3 വട്ടം ഒക്കെ ആയിട്ട് ബൂസ്റ്റർ ഡോസും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, എന്താണ്? നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ. ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. ഒരു 6 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്റുകൾ ചെയ്യണം, കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ് ഇൻ എ ഇയർ, ഒരു വർഷത്തില് 2 പദ്ധതികളെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യണം. Then incident report management, which consists of identification, reporting, reviewing and action on incidents. This could consist of a near miss,
സെന്റിനൽ ഇവന്റ് അഡ്വേഴ്സ് ഇവന്റ്സ് അല്ലെ. അതായത് എന്താ സെന്റിനൽ ഇവന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിലോ, സെന്റിനൽ ഇവന്റ്സ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ടേമുകളാണ് അല്ലെ. സെന്റിനൽ ഇവന്റ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലോ? സെന്റിനൽ ഇവന്റ് ഐഡിയ ഇല്ല. സെന്റിനൽ ഇവന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോ ആ പേഷ്യന്റിന് ചിലപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം. സോ എന്താണ്, അതായത് പെട്ടെന്ന് ഇപ്പൊ ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുകയായിരിക്കാം. പെട്ടെന്നൊരു സന്ദർഭത്തിൽ ആൾക്ക് പെട്ടെന്നൊരു മീൻസ് ആ രോഗം കൂടുതലായിട്ട് മൂർച്ഛിക്കാന്നൊക്കെ പറയില്ലേ, രോഗം പെട്ടെന്ന് കൂടി. അപ്പോ ഗുരുതരമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു മാനസികമായിട്ടോ ഉള്ളൊരു അവസ്ഥകൾ ഉണ്ടാവുക, ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്നത്, അതായത് കുറച്ച് സെന്റി ആയിട്ടുള്ളത് സെന്റിനൽ ഇവന്റ്സ്. ഓക്കെ, അതായത് പെട്ടെന്ന് അസുഖം കൂടി മരണപ്പെടുകയോ അല്ലെങ്കിൽ അത്രയും മരണത്തിന്റെ അത്രയും അടുത്തെത്തുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് ഈ സെന്റിനൽ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അതായത് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ട് ചെയ്യല അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുക, ദെൻ ഓരോ ഇൻസിഡൻസിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലും, ഇപ്പോ ഇതുപോലെ തന്നെ സർജറിയുടെ എന്തെങ്കിലും കേസുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, എന്നിവ ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളൊക്കെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഒരു സെന്റിനൽ ഇവന്റ് അല്ലെങ്കിൽ എന്നിവ അടങ്ങിയിരിക്കണമെന്ന്, അതായത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന്. ഇങ്ങനെയുള്ള ഇപ്പൊ നിയർ മിസ് കേസുകൾ എന്തെങ്കിലും വന്നോ അല്ലെങ്കിൽ സെന്റിനൽ ഇവന്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള സംഭവങ്ങളുടെ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് തയ്യാറാക്കി ഇരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു നാബിന്റെ ഡോക്യുമെന്റേഷൻസിൽ ഉൾപ്പെടുന്നത്. കണ്ടോ, 4 കാര്യങ്ങളാണ്. ഒന്ന് മാനുവലിൽ നമ്മൾ പറഞ്ഞു, ദെൻ കമ്മിറ്റീസ്, ദെൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 എണ്ണം, ദെൻ 4ാമത് പിന്നെ പോയിന്റ് വൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? 4th തുടങ്ങി 10th വരെ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ 6 പോയിന്റ്? നെക്സ്റ്റ് നോക്കാം, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. കേട്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്യുക, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കാം. Quality refers to the degree of adherence to pre-established criteria or standard. Underline ചെയ്യാം കേട്ടോ. Quality refers, quality എന്ന് പറയുന്നത് എന്താണ്? Quality refers to the degree of adherence to pre-established criteria or standard. അല്ലേ? അതായത് എന്താണ്? ഇപ്പൊ നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞു, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കാം അല്ലെ. പ്രകടന സൂചകങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞാൽ സൂചകങ്ങൾ. ദെൻ അടുത്ത കാര്യം പറയുന്നത് നോക്കി, ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് അദറൻസ്. അദറൻസ് എന്ന് വെച്ചാൽ എന്താ? പാലിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. അതായത് എന്താണ് ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണനിലവാരം അല്ലെ. അതായത് മുൻകൂട്ടി സ്ഥാപിതമായിട്ടുള്ള പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ആണ് അല്ലെ. പ്രീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത്, മുൻകൂട്ടി സ്ഥാപിതമായിരിക്കുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളെ പാലിക്കുന്നതിനുള്ള അളവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി കുറെ മാനദണ്ഡങ്ങൾ അവർ മുൻകൂട്ടി പ്രീ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ പാലിക്കുന്നതിന്റെ അളവ്. അദറൻസ് എന്ന് വെച്ചാൽ പാലിക്കുക. ആ മാനദണ്ഡങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, ആ പാലിക്കുന്നുള്ളതിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് അദറൻസ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അളവ് അല്ലെ. ഡിഗ്രി ഓഫ് അദറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ മാനദണ്ഡങ്ങളെ എത്രത്തോളം നമ്മൾ പാലിക്കുന്നുണ്ട്, അതിന്റെ ഒരു അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. Indicators a statistical measure of the performance of a function
സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് എ ടൈം അല്ലെ. അതായത് ഒരു നിശ്ചിത കാലയളവില്ല ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം പ്രക്രിയയുടെ പ്രകടനത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അളവെടുക്കുന്നു. അതായത് ഓരോ വർഷവും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണോ, അല്ലെങ്കിൽ പുതിയ പുതിയ മാനദണ്ഡങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യും. അതിന് ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ ഒരു ഹോസ്പിറ്റലിന് മീൻസ് അക്രഡിറ്റേഷൻ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കില്ലേ, കുറെ മാനദണ്ഡങ്ങൾ അത് മുൻകൂട്ടി പ്രീ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു സെക്ഷനെ ഈ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഞാൻ എക്സ്ട്രാ മാക്സിമം എന്താ പറയാ എക്സാമ്പിൾ വെച്ച് നമുക്ക് ചില ഏരിയകളൊന്നും എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞങ്ങ് പോകാം അല്ലെ. ഇത് ജസ്റ്റ് എന്താണ് ഒരു കീ പെർഫോമൻസ് അക്രഡിറ്റേഷൻ, അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാക്കും, പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, പഠിക്കണം അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് മാക്സിമം ഞാൻ അത് ഷോർട്ടാക്കി പറയണത് കേട്ടോ. അപ്പൊ കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആരും ഇടയ്ക്ക് റെസ്പോൺസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ട് അത്യാവശ്യം വായിക്കുമ്പോ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? എല്ലാവരും ഈ ഒരു ചാപ്റ്റർ കണ്ടിട്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത് എനിക്ക് അറിയില്ല. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒക്കെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം. അടുത്തൊരു സെക്ഷനും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം കേട്ടോ. മീൻസ് നമുക്ക് ടൈം ആയല്ലോ. നോക്കാം, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD മീൻസ് കീ പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോ ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യം പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, നഴ്സിംഗ് സെക്ഷനിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നഴ്സിംഗ് വകുപ്പിന്റെ അതായത് ആ ഒരു സെക്ഷനിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ് അല്ലെ. അതായത് ഇൻപേഷ്യന്റ് മീൻസ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രാഥമിക വിലയിരുത്തലിനുള്ള സമയം. കൃത്യമായിട്ടും നമ്മൾ റൗണ്ട്സിനൊക്കെ ചെയ്യും, നഴ്സുമാർ ചെയ്യാറില്ലേ, മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈം. സെക്കൻഡ് വൺ, പെർസെന്റേജ് ഓഫ് inpatient cases in which nursing care plan is documented. Inpatient nursing care plan രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം, അതായത് എത്രത്തോളം ഇൻപേഷ്യന്റ് അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, നമ്മളെ മെഡിസിൻ ഒക്കെ കൊടുക്കുമ്പോൾ അതിലുള്ള എന്തെങ്കിലും എററുകൾ മീൻസ് പിശകുകൾ, എന്തെങ്കിലും തിരുത്തലുകളോ അങ്ങനെ മെഡിസിൻ മാറിപ്പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ദെൻ നാലാമതായിട്ട് പറയുന്നത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെന്റിനൽ ഇവന്റ്സുകൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ദെൻ ഗ്യാതേർഡ് ആൻഡ് എക്സാമിനഡ് വിത്ത് ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം എ സെന്റിനൽ ഇവന്റ് ഈസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ് എന്നാണ് അവിടെ പറയുന്നത്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. എ സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് in a healthcare setting that result in a death or serious physical or psychological injury to a patient or patients അല്ലെ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ എന്തെങ്കിലും ഒരു രോഗിക്ക് മരണമോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്താണ് ഒരു ആരോഗ്യ ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു ഇതാണ്. ചിലപ്പോൾ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ മരണത്തിന്റെ അത്രത്തോളം ഒരു ഏതെങ്കിലും ഒരു ഏരിയയിലോട്ട് എത്താം, അല്ലെങ്കിൽ മാനസികമായിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിനെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനസ് അല്ലെ. ചിലപ്പോൾ അത് നാച്ചുറൽ ആയിട്ട് അതായത് രോഗിയുടെ അസുഖത്തിന്റെ ഗതി അതുമായിട്ട് നിർവചിക്കപ്പെടുന്നതാണ്. ദെൻ ഫിഫ്ത് വൺ ഇതിന്റെ ഒപ്പം കൂടി പോയിട്ടുണ്ട് കേട്ടോ. നാലാമത്തെ കഴിഞ്ഞിട്ടേക്ക് അഞ്ചാമത്തെ അതിന്റെ ഒപ്പം പോയി, അവിടെ സ്പേസ് വന്നില്ല. നിങ്ങളുടെ PDF അങ്ങനെയാണോ? അതിന്റെ ഒപ്പം തന്നെയാണോ കിടക്കുന്നത്? ഫിഫ്ത് പോയിന്റ് ഒന്ന് നോക്കിയത് നിങ്ങളാ അങ്ങനെയാണോ? അതെ, ഓക്കെ. അത് മീൻസ് ടൈപ്പ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആണ്, പ്രിന്റഡിലുള്ള മിസ്റ്റേക്ക് ആണ്. നോക്കാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, നിയർ മിസ് നേരത്തെ പറഞ്ഞില്ലേ, മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻഡ് അല്ലെ. മൈറ്റ് ഹാവ് ഹാപ്പൻഡ് നമ്മൾ പറഞ്ഞില്ലേ, തരനായിരക്ക് രക്ഷപ്പെടുക, അങ്ങനെയുള്ള കേസസുകൾ എത്രത്തോളം ഉണ്ടെന്ന്.
പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. അതായത് എന്താണ് പറയുന്നത്, അതായത് ഷിഫ്റ്റ് മാറുന്ന സമയത്തുള്ള ശരിയായിട്ടുള്ള കൈമാറ്റങ്ങൾ, ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും ഷിഫ്റ്റിംഗ് ടൈമുകൾ. ഇൻസിഡൻസ് ഓഫ് എ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻസ്, തിരിച്ചറിയലുള്ള പിശകുകൾ, അതായത് ഈ ചാർട്ടുകളൊക്കെ, അതായത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതൂലേ, അങ്ങനെ വരുന്ന പിശകുകൾ. അതറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, മീൻസ് എന്താണ്, ശുചിത്വം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, മീൻസ് ഹാൻഡ് എന്ന് വെച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോഴും നഴ്സുകൾ എപ്പോഴും സ്റ്റാഫുകൾ മീൻസ് ഗ്ലൗസ് ഒക്കെ ധരിക്കില്ലേ, അങ്ങനെയുള്ള ശുചിത്വം ഒക്കെ പാലിക്കുന്നുണ്ടോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്, വാർഡിനുള്ളിലും ICUയിലുമുള്ള നേഴ്സ് ആൻഡ് പേഷ്യന്റിന്റെ റേഷ്യോ എത്രയാണെന്ന് ഈ ഇൻഡിക്കേറ്റേഴ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. 32 എണ്ണത്തിന് പറഞ്ഞില്ലേ, അതിനകത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, 9 കാര്യങ്ങളാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, 9 പോയിന്റ് വായിക്കാം. അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. പെട്ടെന്ന് വായിക്കാം കേട്ടോ, 9 പോയിന്റ് ആണ്, മനസ്സിലാക്കി വായിക്കാം നിങ്ങൾ. അയച്ചോ? ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ ടോട്ടലി 32 കീ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞില്ലേ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ടോട്ടലി മിക്സപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ഇനി പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ആണ് നോക്കിയത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് വരുന്ന കാര്യങ്ങള്. Then ICU and എമർജൻസിയിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി, ഫ്രണ്ട് ഓഫീസ്, MRD, HRM, then ഡിസ്ചാർജ് ആൻഡ് സമ്മറി വരുന്നത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, ഇത്രയുത്തിൽ വരുന്നതാണ് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. ഇനി അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ദെൻ ലാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഫോമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും അധികം ഇല്ല, ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. വീണ്ടും ഓരോ സെക്ഷൻ വൈസ് ആണ് അടുത്തതിൽ പറയുന്നത്. ഓക്കെ, എടുത്തത്രയും ക്ലിയർ ആണോ? ഇത് ഈ ഒരു രീതിക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നുള്ളൂ കേട്ടോ, കാരണം നമുക്കിത് വേറെ എക്സാമ്പിൾ വെച്ച് മറ്റൊന്നുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇല്ല അല്ലെ. നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നല്ലപോലെ വായിക്കണം കേട്ടോ, എഫേർട്ട് എടുത്ത് നിങ്ങൾ വായിക്കണം, എങ്കിലും മാത്രം അത് കിട്ടുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് ഇപ്പൊ ഒരു ഇൻപേഷ്യന്റോ ഔട്ട് പേഷ്യന്റോ ചാപ്റ്റർ പഠിച്ച പോലെയല്ല അല്ലെ. അപ്പൊ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിന്നും മാക്സിമം വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ക്ലാസ്സിൽ. ഓക്കെ.
കുറച്ചും കൂടി ഐഡിയ ഒക്കെ കിട്ടും. ഇതെല്ലാം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നത് എങ്ങനെയാണ് അയ്യോ ഇതെങ്ങനെ പഠിക്കുന്നൊക്കെയാണ്. എക്സാം ഡേറ്റ് വന്നിട്ടൊന്നുമില്ല, എക്സാം ഡേറ്റ് ആയിട്ടില്ല, പോർഷൻസ് കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലെ? ഇനിയല്ലേ പോർഷൻസ് തീരാനായിട്ട്. നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയാലേ എക്സാമിന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എക്സാം ഡേറ്റ് ഒന്നും ആയിട്ടില്ല, എങ്കിലും പഠിക്കുക. ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട. കാരണം അറിയാലോ കുറച്ച് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. പഠിക്കുന്നത് നമ്മുടെ ഒരു ഭാഗത്ത് നടന്നോട്ടെ, ഡേറ്റ് ഒക്കെ വന്നോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.